ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ശരീരം മുഴുവനും നിറവും തിളക്കവും സൗന്ദര്യവും എല്ലാം വർദ്ധിക്കാൻ സഹായിക്കുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനം ക്യാരറ്റ്, ബീട്രൂട്ട്, അതുപോലെ തന്നെ കുക്കുംബർ. ബീട്രൂട്ട് വലിയ അതാണെങ്കിൽ അതിൻ്റെ ഒരു പകുതി മാത്രം എടുത്താൽ മതി. പിന്നെ വളരെ ചെറുതാണെങ്കിൽ മാത്രം ഫുൾ എടുക്കുക കേട്ടോ. പിന്നെ ക്യാരറ്റും ഒന്നെടുക്കുക, കുക്കുംബറും ഒന്നെടുക്കുക. അതിൻ്റെ എല്ലാം തൊലി കളഞ്ഞ് നല്ല രീതിയിൽ തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതേപോലെ കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കുക കേട്ടോ. കനം കുറച്ച് അരിഞ്ഞാൽ മാത്രമേ നമുക്ക് ക്യാരറ്റും ബീട്രൂട്ടും എല്ലാം മിക്സിയുടെ ജാറിൽ മര്യാദയ്ക്ക് അടിഞ്ഞ് കിട്ടും. ഇല്ലാന്നാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ക്യാരറ്റും ബീട്രൂട്ടും പുഴുങ്ങിയിട്ട് അടിക്കാവോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. പുഴുങ്ങി അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പുഴുങ്ങി അടിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ടേസ്റ്റ് കുറച്ചും കൂടി ഇങ്ങനെ ഫ്രഷ് ആയിട്ട് കുടിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് മൂന്നും ഞാനിതാ നല്ല കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളെ കുക്കുംബർ അങ്ങനെ കനം കുറച്ച് അരിയേണ്ട ആവശ്യമൊന്നുമില്ല, അത് പെട്ടെന്ന് തന്നെ അടിഞ്ഞ് കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇത് മൂന്നാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറയുന്നത്. പിന്നെ ബീട്രൂട്ടിൻ്റെ അളവ് കുറച്ചും കൂടി കുറക്കുക, കാരണം അതിനൊരു ചവർപ്പ് ചുഴയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് കുറച്ച് അളവ് കുറക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറക്കാം കേട്ടോ. ഒരിക്കലും നിങ്ങൾ ഒരു ബീട്രൂട്ട് ഫുള്ളൊന്നും എടുക്കേണ്ട ആവശ്യമേ ഇല്ല. ഇനി ഇത് കംപ്ലീറ്റ് ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇത് മുങ്ങി നിൽക്കാൻ പാകത്തിലുള്ള വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എക്സ്ട്രാക്റ്റ് ജ്യൂസാണ് ഇതിൻ്റെ വേണ്ടത്. പക്ഷേ നമ്മൾ എല്ലാവരുടെ വീട്ടിലും ജ്യൂസർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള സാധനം വെച്ചിട്ട് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഇത് മുങ്ങി നിൽക്കാൻ പാകത്തിലുള്ള വെള്ളം മാത്രം, സാധാരണ പച്ചവെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു ഗ്ലാസ് ദിവസവും നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് കുടിക്കുക. ഈവനിങ് ടൈമിൽ കുടിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഏത് സമയത്താണോ നിങ്ങൾ കുടിക്കുന്നത് ആ സമയത്ത് എല്ലാ ദിവസവും ആ സമയത്ത് തന്നെ കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മോർണിംഗ് ആണെങ്കിൽ മോർണിംഗ്, ഈവനിങ് ആണെങ്കിൽ ഈവനിങ്, ഇനി ആഫ്റ്റർനൂൺ ആണെങ്കിൽ ആഫ്റ്റർനൂൺ, അത് നിങ്ങളുടെ സൗകര്യം പോലെ ഒരേ സമയത്ത് നിങ്ങൾ കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത്ര മാത്രമേ ഉള്ളൂ. ഇത് ഡെയിലി കുടിക്കുക എന്നാണെങ്കിൽ ഒരു മാസം നിങ്ങളിത് കണ്ടിന്യൂസ് കുടിക്കുക എന്നാണെങ്കിൽ ഉറപ്പായിട്ടും മുഖം ഉൾപ്പെടെ ശരീരം മുഴുവനും നിറവും തിളക്കവും സൗന്ദര്യവും വർദ്ധിക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ ഒരു 8 വയസ്സിൻ്റെ മേലെയുള്ള എല്ലാവർക്കും ഇത് കുടിക്കുക. 8 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്കും കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത്രക്ക് അളവിലെടുത്തിട്ടൊന്നും കൊടുക്കരുത്. അവർക്ക് അളവ് വളരെ കുറച്ചിട്ട് മാത്രമേ നിങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് അരിച്ച് കുടിക്കേണ്ട ആവശ്യമില്ല, അരിക്കാണ്ട് കുടിക്കുന്നതാണ് നല്ലത്. പിന്നെ പാലിലടിക്കാവോ എന്ന് ചോദിക്കാറുണ്ട്. പാലിലടിക്കണമെങ്കിൽ നിങ്ങൾക്ക് പാലിലടിച്ചാലും കുഴപ്പമൊന്നുമില്ല, നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങളിത് കണ്ടിന്യൂസ് കുടിക്കുക എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല ഒരു റിസൾട്ട് ഉണ്ടാവും. അതായത് ശരീരം മുഴുവനും നിറവും തിളക്കവും വെക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഡ്രിങ്കാണ്, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ എന്തെങ്കിലും അസുഖമുള്ളവരെല്ലാം ആണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചിട്ട് ഒന്ന് ചെയ്യുക കേട്ടോ. ഈ പ്രഷർ, ഷുഗർ ഇതിൻ്റെ എല്ലാം പ്രശ്നമുള്ളവരെല്ലാം ആണെങ്കിൽ ഈ ഒരു ജ്യൂസ് കുടിക്കാവോ, ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന ക്യാരറ്റ്, ബീട്രൂട്ട്, കുക്കുംബർ ഇതെല്ലാം നിങ്ങൾക്ക് ഓക്കെ ആണോ എങ്കിൽ മാത്രം നിങ്ങളിത് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.